വെള്ളാപ്പള്ളിക്ക് കോൺഗ്രസ് എന്ന് കേട്ടാൽ പരമ പുച്ഛമാണ്. ചെങ്കൊടി എന്ന് കേട്ടാൽ ഒന്നല്പം ചാഞ്ഞ് നിൽക്കുമെങ്കിലും കാവി എന്ന് കേട്ടാൽ ഇപ്പോൾ അല്പം ഭ്രമം കൂടുതലാണ് വെള്ളാപ്പള്ളിക്ക്. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനും പാർട്ടി സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്ററും ഒക്കെ വെള്ളാപ്പള്ളിയെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ പഞ്ഞിക്കിട്ടത്. ഇപ്പോൾ ആ വിരോധമൊക്കെ മാറി മാറി വരുന്നു. ശിവഗിരി തീർത്ഥാടന സമയത്ത് വെള്ളാപ്പള്ളിയും മുഖ്യമന്ത്രി പിണറായി വിജയനും ഒരുമിച്ച് വേദി പങ്കിടുകയും ഹസ്തദാനം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അതൊക്കെ ഒരു വശത്ത് നിൽക്കട്ടെ. ഇപ്പോൾ കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിൽ നിരന്തരം എഴുതുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി പറഞ്ഞു, ഈഴവ സമുദായത്തിന് കോൺഗ്രസിൽ യാതൊരു ഇടവുമില്ല, ഇടതുമുന്നണിയിലാണെങ്കിൽ അല്പമെങ്കിലും ഇടമുണ്ട് എന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന. അത് റിപ്പോർട്ടർ ടിവിയും മറ്റ് ദൃശ്യമാധ്യമങ്ങളും എടുത്ത് വച്ച് അലക്കി. വളരെ വാർത്താ പ്രാധാന്യത്തോടുകൂടി അവർ മണിക്കൂറുകൾ കണക്കിന് ചർച്ചകൾ നടത്തി. ഇത് കോൺഗ്രസിന് സഹിക്കുമോ? കോൺഗ്രസിന് സഹിക്കില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസിലെ ഈഴവ പുലികളൊക്കെ, ഈഴവ സമുദായത്തിൽപ്പെട്ട നേതാക്കളൊക്കെ രംഗത്ത് വന്നു. അവർ പറഞ്ഞു, ഈഴവ സമുദായത്തിൽ പിറന്ന കോൺഗ്രസിൻ്റെ അമരത്തെത്തിയ സാധുക്കളായ നേതാക്കളാണ് ഞങ്ങൾ. ഈ വിവരമില്ലാത്ത നാവ് കൊണ്ട് വിളിച്ചു പറയുന്ന അലറുന്ന ഈ പേപ്പട്ടിയെ ആരും വില കൽപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത് വെള്ളാപ്പള്ളിയെയാണ്. എന്നിട്ട് ഒരു പറ്റം നേതാക്കളുടെ ലിസ്റ്റ് അവരങ്ങോട്ട് അവതരിപ്പിച്ചു. ഇതൊക്കെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളല്ലേ? ഇവരെയൊന്നും ഈ വെള്ളാപ്പള്ളി കാണുന്നില്ലേ? ഒന്നാമത് അവർ ചൂണ്ടിക്കാട്ടി ആരെ? KPCC പ്രസിഡന്റ് കെ സുധാകരൻ. അദ്ദേഹം ഈഴവനല്ലയോ മിസ്റ്റർ വെള്ളാപ്പള്ളി എന്ന് ചോദിച്ചു. ഒന്നാമത് ചോദ്യം ചോദിക്കുന്നത് അശോകൻ ചിങ്ങോലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലാണ് മനോഹരമായി എഴുതിയിരിക്കുന്നത്. കടപ്പാട് ഫേസ്ബുക്കിന് വച്ചിട്ടുണ്ട്. മറ്റാരെങ്കിലും എഴുതിയത് അദ്ദേഹം കോപ്പി ചെയ്ത് വെച്ചതാണോ എന്നറിയില്ല. എന്തായാലും എഴുത്ത് മനോഹരമായിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഞാൻ കോപ്പി അടിച്ച് വാർത്തയെ അവതരിപ്പിക്കുന്നത്. മിസ്റ്റർ വെള്ളാപ്പള്ളി, ഈ കെ സുധാകരൻ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളല്ലേ? പോട്ടെ, നിങ്ങളുടെ മൂക്കിന് താഴെ ഒരു ലിജു ഉണ്ടല്ലോ, ലിജു. അദ്ദേഹം KPCCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി അല്ലേ? അദ്ദേഹത്തെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങേര് ഈഴവനല്ലേ? പോട്ടെ, VM സുധീരൻ, മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. ഈ മഹാന്മാരായ പ്രതിഭാശാലികളായ ഈഴവ നേതാക്കൾ അസംബ്ലിയിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുമൊക്കെ മത്സരിച്ചപ്പോൾ മുക്കിന് പോയി നിന്ന് പ്രസംഗിച്ച് ഇവരെ തോൽപ്പിച്ചത് താങ്കളല്ലയോടാ വെള്ളാപ്പള്ളി എന്നാണ് അവർ ചോദിക്കുന്നത്. ആര്? കോൺഗ്രസ്സുകാർ, വെള്ളാപ്പള്ളിയുടെ സമുദായ അംഗങ്ങൾ ചോദിക്കുന്നത്. നാണമില്ലേ വെള്ളാപ്പള്ളി? ശരിയാണ്, ഈ വെള്ളാപ്പള്ളി കോൺഗ്രസിലെ ഈഴവ സമുദായ അംഗങ്ങൾ മത്സരിക്കുമ്പോഴേ മൈക്കെടുത്ത് വെച്ച് പറയും, ഇവരെ അങ്ങ് തോൽപ്പിക്കാൻ പറയും. ഇയാൾ മഹാക്രൂരനാണ്. ഈഴവ സമുദായ അംഗങ്ങൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ അവരെ തോൽപ്പിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് വെള്ളാപ്പള്ളിയാണ്. ക്രൂരമായ സ്വഭാവത്തിൻ്റെ ഉടമയാണ് വെള്ളാപ്പള്ളി. എന്നിട്ടാണ് ഇയാൾ പറയുന്നത് കോൺഗ്രസിൽ ഈഴവന്മാർക്ക് ഇടമില്ലെന്ന്. ഇനിയുമുണ്ട് നേതാക്കൾ, VM സുധീരൻ, ലിജു, അതുപോലെ മറ്റ് നേതാക്കൾ. കോട്ടയത്ത് ആരാണ് കൂടുതൽ ഭൂരിപക്ഷം? മെജോറിറ്റി ആളുകൾ ക്രിസ്ത്യാനികൾ തന്നെയാണോ? ക്രിസ്ത്യാനികൾ കൂടുതലുള്ള കോട്ടയത്ത് DCC പ്രസിഡന്റ് ആരാണ്? നാട്ടകം സുരേഷ്. അദ്ദേഹം ആരാണ്? ഈഴവ സമുദായാംഗം. ഇനി അടുത്ത് പത്തനംതിട്ടയിൽ ആരാണ്? അവിടെയും ക്രിസ്ത്യൻ മെജോറിറ്റി ഉള്ള ആളുകളാണല്ലോ. അവിടെയും ആരാണ്? KPCCയുടെ DCC അധ്യക്ഷൻ ആരാണ്? അവിടെ സജീവ് കൊച്ചുപറമ്പിൽ, ഈഴവനായ സജീവ് കൊച്ചുപറമ്പിലാണ് അവിടെയും DCC അധ്യക്ഷൻ. കൊല്ലത്താരാണ്? രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹവും ഈഴവനാണ്. പാലക്കാട് ആരാണ്? തങ്കപ്പൻ. അങ്ങനെ KPCC സംഘടനാ കാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ലിജുവും ഈഴവനാണ്. അങ്ങനെ പോയ കാലങ്ങളിൽ എത്ര നേതാക്കൾ ഈഴവ സമുദായങ്ങൾ. എന്തിന്? R. ശങ്കർ മുഖ്യമന്ത്രിയായിരുന്നു, ഈഴവ സമുദായത്തിൽപ്പെട്ട ആൾ. ഇതൊന്നും വെള്ളാപ്പള്ളി കാണുന്നില്ല. ഈഴവ സമുദായാംഗങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിയുയർത്തിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് R. ശങ്കറാണ്. R. ശങ്കർ കെട്ടിയുയർത്തിയതൊക്കെയാണ് വെള്ളാപ്പള്ളി ഹൈജാക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ കക്ഷത്തിനിടയിൽ വെച്ച് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്, സ്വന്തം സ്വത്ത് പോലെ. ആലോചിച്ച് നോക്കുക ഈ വെള്ളാപ്പള്ളിയുടെ ഇരട്ടത്താപ്പ്. വെള്ളാപ്പള്ളിക്ക് കമ്മ്യൂണിസ്റ്റ് പ്രേമം എന്തിനാണ്? അധികാരത്തിലിരിക്കുമ്പോൾ മാത്രം. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പ്രേമമില്ല, ഇപ്പോൾ NDA പ്രേമമാണ്, മോദി പ്രേമമാണ്. അല്ലെങ്കിൽ എന്തു ചെയ്യും? മറ്റേ മൈക്രോ ഫിനാൻസിലെ തട്ടിപ്പും അഴിമതിയൊക്കെ ഉണ്ടല്ലോ, EDയും CBI ഒക്കെ വന്ന് കയ്യാമം വെച്ച് കൊണ്ടുപോകും. അതുകൊണ്ട് ഇപ്പോൾ മോദിയോടാണ് പ്രേമം. ബാക്ക് പേപ്പർ കുഴലൂതി ആളുകളെ വശം തെറ്റിച്ച് വഴിതെറ്റിച്ച് കൊണ്ട് അപകടത്തിൽ ചാടിച്ചതുപോലെ ഈഴവ സമുദായ അംഗങ്ങളെ മുഴുവൻ കുഴലൂതി അപകടത്തിൽ ചാടിക്കാൻ വേണ്ടി കാവി പുതപ്പിച്ച് കൊണ്ടുപോവുകയാണ് വെള്ളാപ്പള്ളി. അതിനെതിരെയാണ് പിണറായി വിജയൻ പ്രസംഗിച്ചത്, M.V. ഗോവിന്ദൻ മാസ്റ്റർ പ്രസംഗിച്ചത്. ഈഴവ സമുദായ അംഗങ്ങളുടെ വീട്ടിൽ എന്ത് ആചാരം നടന്നാലും, എന്ത് ഫംഗ്ഷൻ നടന്നാലും അവിടെയൊക്കെ CPM-കാർ പോകണം. കല്യാണം നടന്നാലും, പൊലകുളി നടന്നാലും, അടിയന്തരം നടന്നാലും, ചാവടിയന്തരം നടന്നാലും അവിടെയൊക്കെ പോയി അവരുടെ ജഡങ്ങളിൽ എന്ത് ചെയ്യണം?
ഇത് ചെങ്കൊടി പുതപ്പിക്കണം, മീൻഗുലാബ് മുഴക്കണമെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത്. അവിടെയൊക്കെ ഈ പ്രതിരോധം സൃഷ്ടിക്കാനാണ് വെള്ളാപ്പള്ളി പറഞ്ഞേക്കുന്നത് ബംഗളൂരു സമ്മേളനത്തിൽ. ഈ വെള്ളാപ്പള്ളി ആളൊരു ഉഡായിപ്പാണെന്ന്, ശുദ്ധ ഉഡായിപ്പും താൻ കാര്യം മാത്രം നോക്കുന്ന സ്വാർത്ഥനാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ്. അതിനെ പൊളിച്ചെടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇങ്ങനെ വേണം കോൺഗ്രസ് വെള്ളാപ്പള്ളിക്ക് പണി കൊടുക്കാൻ. ഇപ്പോഴെങ്കിലും പണി കൊടുക്കാൻ തുടങ്ങിയതിൽ വളരെ വളരെ സന്തോഷം.